ശ്രീ രാഹുൽ ഈശ്വർ, നരകമാണ് അവിടം എന്ന് പറയുന്നത് അവിടെ 20 വർഷം 1 മണിക്കൂർ പോലും ഒഴിയാതെ അമൃതാനന്ദമയിക്ക് ചുറ്റും ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. നരകം എന്നാണ് അവർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആത്മീയമായ പരിവേഷമെല്ലാം അപ്രത്യക്ഷമായി അമൃതാനന്ദമയി മഠം ഒരു തട്ടിപ്പ് കേന്ദ്രവും അധോലോകത്തിന്റെ കേന്ദ്രവുമായി കേരള ജനതയ്ക്ക് മുന്നിൽ വരുമ്പോൾ മാപ്പ് പറയുക, നിയമ നടപടികൾക്ക് വിധേയമാവുക എന്ന കാര്യങ്ങളിലേക്ക് പോകേണ്ടതല്ലേ മഠം? അവർ ഇപ്പോൾ ദീക്ഷിക്കുന്ന മൗനം കുറ്റകരമല്ലേ? സനീഷ് ജി, 3 കാര്യങ്ങൾ. ഒന്ന്, കള്ളങ്ങളെക്കാൾ അപകടകരങ്ങളാണ് അർത്ഥസത്യങ്ങൾ, ഹാഫ് ട്രൂത്ത്സ് എന്ന് പറയുന്നത്. 20 വർഷം അവരോടൊപ്പം ജീവിച്ചു എന്ന് പറയുന്നു. എന്തേ നമ്മൾ പറയുന്നില്ല 15 വർഷം മുമ്പ് ഇവർ വിട്ടുപോയി എന്ന്? 1999 ആശ്രമം വിട്ടുപോയി 15 വർഷം ശേഷമാണ് ചില ആരോപണങ്ങൾ അടങ്ങിയ ഒരു പുസ്തകം വെളിയിൽ വരുന്നത്. ഒന്ന്. 2, അമൃതാനന്ദമയി സപ്പോർട്ടേഴ്സും നിഷ്പക്ഷരായി നിൽക്കുന്നവരും ഞങ്ങളെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ പല ചാനലും ഈ വാർത്ത അവരുടെ വെബ്സൈറ്റിൽ ഇടുമ്പോൾ ചില കമന്റ്സ് ഞങ്ങൾ അമൃതാനന്ദമയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാം ഡിലീറ്റഡ് ആകുന്നു. അതെന്താണ്? 3, മുല്ലപ്പെരിയാർ നാളെ പൊട്ടും മറ്റന്നാൾ പൊട്ടും എന്ന് പറഞ്ഞ് വളരെ പ്രൊഫഷണലായ ഒരു ക്യാമ്പയിൻ അതുപോലെ ഫോട്ടോഷോപ്പും എഡിറ്റിംഗും വെച്ച് ഏറ്റവും വിദഗ്ധമായി കേരളത്തിലെ ഫേസ്ബുക്കിലടക്കം സംഘടിതമായി പോസ്റ്റുകൾ വരുന്നത് എങ്ങനെയാണ്? ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണ്ടേ? ആരോപണങ്ങൾ അന്വേഷിക്കണം. ആരാ അതിനെതിര്? മാതാമൃതാനന്ദമയ മാത്രമല്ല, യേശുദേവൻ മുതൽ ഇങ്ങോട്ട് എല്ലാ മതത്തിന്റെയും ആത്മീയഗതിയുടെ നേതാക്കളെ കുറിച്ചും ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്വേഷിച്ചോട്ടെ. അല്ലെങ്കിൽ ശ്രീ രവിശങ്കർജിയെ പോലെ ആദരിക്കുന്ന, തങ്ങൾ കുടുംബത്തെ പോലെ ആദരിക്കുന്ന, ക്രിസോസ്റ്റം തിരുമേനിയെ പോലെ നമ്മൾ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് മാതാമൃതാനന്ദമയി. ജാതി മതഭേദമന്യേ എല്ലാവരെയും നമ്മളായി കാണുന്ന ഒരു വ്യക്തി. എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല, പക്ഷെ ഒരു കാര്യം പറയാം. ഇത് മാതാമൃതാനന്ദമയെ അറിഞ്ഞപ്പോ അവരുടെ ആദ്യ പ്രതികരണം എന്ന് ഞാൻ കേട്ടത്, നമ്മൾ തിരിച്ചെന്തെങ്കിലും പറയുമ്പോൾ ആ മോൾക്ക് വിഷമം ഉണ്ടാകാൻ നോക്കണം എന്നുള്ളതാണ്. അതാണ് ഒരു അമ്മയുടെ മനസ്സ്. അപ്പോ UN അടക്കം ലോകത്തിന്റെ മുമ്പിൽ ഭാരതത്തിന്റെ ആത്മീയതയെ കൊണ്ടുവന്നെത്തിച്ച ഈ വ്യക്തിയെ ഇത്രയധികം സ്കൂളുകളും കോളേജുകളും അന്നദാനവും ആഫ്രിക്കയിലടക്കം നടക്കുന്ന ഈ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ജനിച്ച് ലോകാരാധ്യയായി മാറിയ വ്യക്തിയെ കരിവാരി തേക്കുന്നതിന് മുമ്പ്, മാതാമൃതാനന്ദമയെ വെട്ടുകാടുന്നതിന് മുമ്പ് ഇത് നിജസ്ഥിതികളാണോ? ഒരു വരി കൂടി, ഇത് വെളിപ്പെടുത്തലുകളല്ല, ഒരു വെളിപാടുമല്ല, ഇത് കുറെ ആരോപണങ്ങൾ മാത്രമാണ്. സത്യമെന്ന് ഇനിയും തെളിയിക്കപ്പെടാത്ത ആരോപണങ്ങൾ. അതിനെക്കുറിച്ച് ആൾക്കാർ കൂടുതൽ അന്വേഷിച്ചോട്ടെ, ചർച്ച ചെയ്തോട്ടെ. ഇവിടെ ആർക്കും പേടിയില്ല. 2, ആശ്രമം മൗനം ദീക്ഷിക്കുന്നത് അവർക്ക് സാത്വിക ഭാവം ഉള്ളത് കൊണ്ടാണ്. മുനിയുടെ ഭാവമാണ് മൗനം. ഇതുപോലെ ഒരുപാട് ആരോപണങ്ങൾ ഒരുപാട് പേർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും വലിയ വാസ്തവം ഉണ്ടാകാറില്ല. ഈ പുസ്തകം ഞാനും വായിച്ചു. ഇതിൽ വലിയ സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണവും ചർച്ചയൊക്കെ ആയിക്കോട്ടെ. പക്ഷേ ഇതൊന്നും മാതാമൃതാനന്ദമയോ ഭാരതത്തിന്റെ ആത്മീയതയോ ബാധിക്കാൻ പോകുന്നില്ല. അവർ ജനകോടികൾക്ക് ചെയ്ത സേവനങ്ങളും ഇത് യാതൊരു ബാധയും ഉണ്ടാക്കില്ല. ഒരു വരി കൂടി, മാതാമൃതാനന്ദമയ്ക്ക് ഒരുപാട് ആഭരണപ്രിയം ഉണ്ടെന്നാ പറയുന്നത്. അതെനിക്ക് തോന്നുന്നത് ശരിയാണ്. കാര്യം ഒരുപാട് ആഭരണങ്ങൾ ഇട്ടാണല്ലോ മാതാമൃതാനന്ദമയ നടക്കുന്നത്. അത്രമാത്രം ഭ്രമം ഉണ്ടായിട്ട്. 2, ഇതൊരു സാമ്രാജ്യമാണെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പാണ്. പക്ഷേ ഇതൊരു സമ്പത്തിന്റെ അല്ല, സ്നേഹത്തിന്റെ സാമ്രാജ്യമാണ്. അവിടെ ചെല്ലുന്ന ഏതൊരു വ്യക്തിക്കും ജാതിമത ഭേദമന്യേ, ദേശഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ, അല്ലെങ്കിൽ കോണ്ടിനൻസിന്റെ അടക്കം ഭേദമന്യേ, ആഫ്രിക്കയിലടക്കം, ഇന്ത്യയിലടക്കം, യൂറോപ്പിലടക്കം ഇത്രയും സേവനം ചെയ്യുന്ന ഈ സ്ത്രീയെ കരിവാരി തേക്കാൻ ശ്രമിക്കരുത്. അങ്ങ് ആദ്യം പറഞ്ഞതുപോലെ വെറും കുറെ ആരോപണങ്ങൾ മാത്രമാണ്. അതിനെക്കുറിച്ച് ചർച്ചയാവാം. അതിനെ ആരും ഭയക്കുന്നുമില്ല, പേടിക്കുന്നുമില്ല. നാരായണൻകുട്ടിയുടെയും സത്നാം സിംഗിന്റെയും അങ്ങനെ ഒരുപക്ഷെ ഇതിനകം പേര് പുറത്തു വന്നിട്ടില്ലാത്ത ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പല ആളുകൾക്കായി. അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ ഉയർന്ന ചോദ്യങ്ങൾ വരുന്നത്. അതിന് വിശദീകരണം കൊടുക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ മൗനത്തിലേക്ക് പോകുമ്പോൾ അത് സാത്വികമായ മൗനമല്ല, ക്രിമിനൽ ആക്ടിവിറ്റികൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പല്ലിറുമുന്ന മൗനമാണ് എന്ന് സംശയിക്കുന്ന ആളുകൾക്ക് താങ്കളുടെ നേരത്തെയുള്ള മറുപടി പോരാ. സനീഷ് ജി, ക്രിമിനൽ മൗനം ക്രിമിനൽക്ക് മൗനമല്ല. അവരെപ്പോഴും കൂടുതൽ സംസാരിക്കുകയും കൂടുതൽ പ്രൊപ്പഗാൻഡ മെക്കാനിസം ഉപയോഗിക്കുകയും ചെയ്യും. അമൃതാനന്ദമയി മഠത്തിന് മറുപടി പറഞ്ഞു. പക്ഷേ എന്റെ പോയിന്റ്, ഇത് വെറും ആരോപണങ്ങളാണ്. ദയവായി ഇതിനെ വെളിപ്പെടുത്തലെന്ന് വിളിക്കരുത്, തുറന്നു പറച്ചിലെന്ന് വിളിക്കരുത്. അതൊക്കെ മനഃപൂർവ്വം മുൻവിധി ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്രിയേറ്റിംഗ് സ്റ്റീരിയോ ടൈപ്സ്. പർപ്പസ്ഫുള്ളി പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി ബ്ലാക്കൻ ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും അടക്കം ഒരു പ്രൊപ്പഗാൻഡ നിർമ്മിക്കുന്ന അതിവിദഗ്ധമായ ഒരു മെക്കാനിസം ആണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത്ര മണ്ടന്മാരൊന്നും അല്ല കേരളത്തിലുള്ളത്. 2, ഇവർക്ക് ഒരുപാട് കാശുണ്ടെന്ന് പറയുന്നു. അത് മുഴുവൻ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. അല്ലാതെ ഈ പാവപ്പെട്ട 60 വയസ്സോളം എത്തുന്ന സ്ത്രീക്ക് എന്തിനാ കാശ്? അവർ ഈ നാട്ടിലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, ജലത്തിന് വേണ്ടി പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ ലോകം മുഴുവൻ ചെലവഴിക്കുന്ന ആ സ്ത്രീയെ കരിവാരിത്തേക്കാൻ. 2, പി ഗോവിന്ദപിള്ളയെ പോലെ ഉന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് പോലും ആശ്രമത്തിൽ പോയ AK ആന്റണിയെ പോലെ ഡിഫൻസ് മിനിസ്റ്ററായ ഒരു വ്യക്തി ആദരിക്കുന്ന, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ആൾക്കാർ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഒരു പുസ്തകം വന്നു, വരട്ടെ, ചർച്ച ചെയ്തോളൂ. പക്ഷെ അതിലെ ആരോപണങ്ങൾ ഗോസ്പൽ ട്രൂത്ത് ആണ് എന്നുള്ള രീതിയിൽ തീർച്ചയായും അത് ഉന്നയിക്കാവുന്ന വാദമാണ്, അത് വിശ്വസിക്കാവുന്ന വാദമാണ്. വിദേശത്തെ പല പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഇന്ത്യൻ ആത്മീയ നേതാക്കളെ കരിവാരിത്തേക്കാനും വിശാല ഭൂരിപക്ഷത്തിന്റെ ആത്മീയതയെ തള്ളിപ്പറയാനും നടത്തുന്ന ശ്രമങ്ങൾ ആരെ
നിങ്ങളെക്കാട്ടിയും എനിക്കറിയാം. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ഭൂരിപക്ഷത്തിനും സമൂഹത്തിനും അത് അറിയില്ല. പക്ഷെ എനിക്കത് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്കിതിൽ പുതുമയൊന്നും തോന്നുന്നില്ല. ഇവരുടെ പുസ്തകം വന്നു, ഞാൻ ആ സ്ത്രീയെ തള്ളി പറയുന്നില്ല. ആ സ്ത്രീയുടെ അനുഭവങ്ങളാണെന്ന് എനിക്ക് വിശ്വാസമല്ല. ഇതിന്റെ പിന്നിൽ അജണ്ടകൾ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നത്. കൂടുതൽ അന്വേഷണമാകാം, ആൾക്കാർ എന്നെ കുറിച്ച് ചർച്ച ചെയ്യാം. 4, പി ഗോവിന്ദപിള്ള എന്ന കേരളം കണ്ട ഏറ്റവും വലിയ താത്വിക ആചാര്യന്മാരിൽ ഒന്ന് അവിടെ പോയത് എന്തുകൊണ്ടാണ്? അവിടെ ആരാധന കൊണ്ടല്ല, അവർ നടത്തുന്ന നല്ല സേവനങ്ങൾ, ബാലൻ സാറിനെ പോലുള്ളവർ പോയത്, അല്ലെങ്കിൽ ഒരുപാട് പേര് പോകുന്നത് ഇവരുടെ സേവനങ്ങൾ കൊണ്ടാണ്, നന്മ കൊണ്ടാണ്. പറയുന്നവര് ദയവായി പറഞ്ഞു തീർക്കാൻ അങ്ങ് അനുവദിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു വരിയാണ്, ഞാൻ പറയേണ്ടെന്ന് വിചാരിച്ച വരിയാണ്. ദയവായി പറയാൻ അനുവദിക്കണം. കഴിഞ്ഞ 1000 വർഷമായി വാവരുസ്വാമിയെ എതിർത്തിട്ട് ശബരിമലയിൽ പോകുന്ന പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ് ഞാൻ. പറയേണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ നല്ല മുസ്ലിങ്ങളല്ലാത്ത ചില തീവ്ര മുസ്ലിം സമുദായത്തിലെ വ്യക്തികളും തീവ്ര ഇടതുപക്ഷവും കൂടെ ചെയ്യുന്ന ക്യാമ്പയിനാണ്. ഞാൻ പല ചാനലിൽ പോയിട്ടും പറഞ്ഞില്ല, ഇത് പറയാൻ പറ്റാത്ത പോട്ടെ, അങ്ങനെ ഒരു വർഗീയത കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട്. ഇത് വളരെ വർഗീയമായ വൃത്തികെട്ട ഒരു ക്യാമ്പയിനാണ്.